നമസ്കാരം. ആ ഇപ്പോ അടുത്ത നിയമസഭ ഇലക്ഷൻ വരുമ്പോ ഉവ്വ. നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ LDF-ന്റെ ഒരു തുടർഭരണം അല്ലെങ്കിൽ ഒരു അതെ മൂന്നാം പിണറായി സർക്കാർ വരുന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പൊ അതെ അതെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ ഈ സാഹചര്യത്തില് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ, അതായത് ഉവ്വ. വീണ വിജയനെ ഒരു മാസപ്പടി കേസുമായി SFIOയുടെ SFIO ഉവ്വ. ഒരു കുറ്റം ചേർത്ത് ഉവ്വ. ഒരു പ്രശ്നം ഇപ്പൊ നടക്കുന്നുണ്ട്. ഉവ്വ. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പൊ അടുത്ത ഭരണം വരുമ്പോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോ LDF-നെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആ ബി ജെ പി കേരളത്തിൽ വരാൻ ശക്തമായി അവരുടെ സാന്നിധ്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു മുഖ്യ ശത്രുവായിട്ട് LDF-നെ കണ്ടുകൊണ്ട് BJP മുന്നോട്ട് വരികയാണെങ്കിൽ ഇതും അവരെ ഏതെങ്കിലും തരത്തിൽ അടുത്ത ഇലക്ഷനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടോ? എന്താണ് ജോൺസന്റെ ഒരു നിഗമനം? ഓക്കെ. അപ്പോൾ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു തുടർഭരണ സാധ്യത LDF മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് മുനമ്പം ഇഷ്യൂ, മറ്റേ വകുപ്പ് ബില്ല്, ഇതൊക്കെ ആയിട്ട് LDF-ന് ഒരു സാധ്യത വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ കേസ് വന്നുള്ളൂ. മാസപ്പടി വിഷയത്തിലുള്ള കേസ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല BJP ശക്തമായി LDF-നെതിരെ രംഗത്ത് വന്നാൽ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, പിന്നെ കാലകാലങ്ങളിൽ CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അണികളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരില്ല. കാരണം ഒരു വ്യക്തിയല്ല പ്രസ്ഥാനം. കാരണം CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അതിലിപ്പോൾ വീണ വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി അണികൾ CPM-ന് വോട്ട് ചെയ്യാതിരിക്കുന്ന വിഷയം അവിടെ വരുന്നില്ല. കാരണം CPM കാലാകാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമായിട്ട് മാറ്റം വരാനുള്ള സാധ്യതയില്ല. എങ്ങനെയൊക്കെ പോയാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, നമ്മളിപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ വോട്ടെടുപ്പ് എത്ര മൈനസ് സാഹചര്യം ആയിരുന്നു. അതിനുശേഷം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പലതും നടന്നിരുന്നു. പിന്നെ നമ്മൾ പാലക്കാട് ഇലക്ഷനും നമ്മുടെ ചേലക്കര ഒക്കെ നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ CPM-ൻ്റെ ബേസ് വോട്ടിൽ കാര്യമായിട്ടൊരു കുറവ് വന്നൊരു സാഹചര്യം കാണാനില്ല. മാത്രമല്ല സർക്കാരിന് ഒരു കോൺഫിഡൻസ് ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മിനിമം ഒരു 85 ലക്ഷം വോട്ടൊക്കെ എങ്ങനെ പോയാലും പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കേരള രാഷ്ട്രീയത്തിലുണ്ട്. 85 ലക്ഷം വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു നോർമലി അവസ്ഥയിലൊരു 65-70 സീറ്റിൻ്റെ റേഞ്ചിലേക്ക് വരാവുന്നൊരു പൊസിഷൻ ഓൾറെഡി ഉണ്ടെന്ന് അവിടെ മനസ്സിലായി. അതുകൊണ്ട് ഈ വിഷയത്തെ ചൊല്ലി പാർട്ടിയുടെ വോട്ടുകൾ മൈനസ് വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യം, BJP LDF-നെ മുഖ്യ ശത്രുവായിട്ട് കാണുന്ന ഒരു സമയമായതുകൊണ്ട് BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം LDF-ന് മുഖ്യ ശത്രു LDF ആണെന്നുള്ള നിലയിൽ BJP പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു അല്ലേ. അങ്ങനെ ഒരു സാധ്യത വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ BJP ശക്തമായിട്ട് മത്സരിച്ച പല സ്ഥലങ്ങളിലും ശരിക്കും LDF-ന്റെ വോട്ടുകളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ളൊരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ BJP LDF-നെതിരെ ശക്തമായി രംഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ചില മണ്ഡലങ്ങൾ LDF ജയിച്ച് നിൽക്കുന്ന LDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നമ്മളിപ്പോൾ ഒരു കോന്നി, അടൂര്, ചാത്തന്നൂര്, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, പാറശാല, കൂട്ടം, നേമം, കാട്ടാക്കട, വർക്കല, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂര്, പിന്നെ മലമ്പുഴ, കഴിഞ്ഞോട്ട് LDF ജയിച്ചുള്ള തൃശ്ശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശക്തമായ BJP-യുടെ ഒരു മത്സരം ഉണ്ടാവുന്ന മണ്ഡലങ്ങളാണ്. അത്തരം മണ്ഡലങ്ങളിലൊക്കെ ഒരു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു 10-21 മണ്ഡലങ്ങളിൽ BJP ശക്തിയായി മത്സരിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സീറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് സംഭവിക്കാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF-ന് നിലവിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ വെച്ചിട്ട് 96 ലക്ഷം വരെ വോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ UDF-ന് ഒരു 41% വോട്ടും LDF-ന് ഒരു 37% വോട്ടും BJP-ക്ക് ഒരു 20% വോട്ടാണ് സാധ്യത ഉണ്ടായിരുന്നത് നിലവിൽ. അപ്പോൾ UDF-ന് LDF-നേക്കാളൊരു എന്താ പറയുക, ഒരു 10 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അത് എറണാകുളം ജില്ല, മലപ്പുറം ജില്ല, ഈ 2 ജില്ലയിൽ വളരെ ശക്തമായുള്ള വോട്ടിൻ്റെ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്ര അധികം വരുന്നത്. ബാക്കി ജില്ലകളിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് LDF-നും UDF-നും
ഒപ്പത്തിനൊപ്പം സീറ്റ് വരാനുള്ള സാധ്യതയാണ് നിലവിൽ ഉണ്ടായിരുന്ന അവസ്ഥയുള്ളത്. പക്ഷേ BJP ശക്തമായിട്ട് രംഗത്ത് വരുമ്പോൾ LDFന്റെ പല സീറ്റുകളിലും BJPയുടെ ഒരു കടന്നുകയറ്റം എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് എന്താ പറയുക LDFന് എന്തെങ്കിലും ഒരു പ്രശ്നം എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള തുടർഭരണ സാധ്യതയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. UDFന്റെ ശക്തി വെച്ചിട്ട് LDFനെ തടുത്തു നിർത്താനായിട്ട് സാധിക്കില്ല. കാരണം കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ UDFന് മേൽക്കൈ കിട്ടാം. അതിൽ കണ്ണൂർ ഒഴിച്ച് ബാക്കി ജില്ലകളിൽ UDFന് മേൽക്കൈ കിട്ടാം. പക്ഷെ അവിടെ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് തെക്കോട്ട് പിടിക്കുകയാണെങ്കിൽ എറണാകുളം മാറ്റി നിർത്തിയാൽ ബാക്കി ജില്ലകളിൽ UDFന് എന്താ പറയുക ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ പത്തനംതിട്ട ജില്ലകളിലൊക്കെ UDFന് കാര്യമായിട്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ എന്താ പറയുക വടക്കൻ മേഖലകളിലെ ശക്തമായ സീറ്റ് വർധനവിന്റെ വെളിച്ചത്തിലാണ് UDFന് ഒരു സാധ്യതയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും LDFന് അനുകൂലമെന്നോ UDFന് അനുകൂലമെന്നോ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ്. BJPയുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം വരികയാണെങ്കിൽ പിന്നെ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഇതിൻ്റെ യഥാർത്ഥ ഒരു ഉൾപ്പിരിവ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയന്റെ വിഷയത്തെ ചൊല്ലി കേരള രാഷ്ട്രീയത്തിൽ വോട്ടിംഗ് പൊസിഷനിൽ കാര്യമായിട്ട് മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അതിനേക്കാളും വലിയ വിഷയങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലാണ് വോട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുള്ളൂ. പക്ഷെ ഈ വിഷയത്തിൽ വോട്ടിംഗ് പാറ്റേണിൽ കാര്യമായിട്ട് മാറ്റം വരാൻ സാധ്യതയില്ല എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഓക്കെ.